ശബരിമല സ്വർണ്ണ കവർച്ചയിൽ SIT അന്വേഷണം 2025 ഭരണസമിതിയിലേക്ക് കൂടി നീങ്ങുന്നതോടെ സർക്കാരും CPM-ഉം കൂടുതൽ പ്രതിരോധത്തിലാകും. PS പ്രശാന്ത് പ്രസിഡന്റായ ഭരണസമിതിക്ക് കൂടി പങ്കുണ്ടെന്ന കണ്ടെത്തലിലാണ് SIT. ഒപ്പം കൂടുതൽ ക്രമക്കേടുകളിലേക്ക് ED അന്വേഷണം വ്യാപിപ്പിക്കുന്നത് സർക്കാരിന് ഇരട്ട പ്രഹരമാകും. PS പ്രശാന്ത് പ്രസിഡന്റായ 2025 ഭരണസമിതിയും അന്വേഷണ വിധേയമാകുമെന്നാണ് SIT പറയുന്നത്. ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം ഇത് സൂചിപ്പിക്കുകയും ചെയ്തു. ഇതോടെ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാകും. സ്വർണ്ണപ്പാളികൾ വീണ്ടും പുതുക്കിപ്പണിയുന്നതിന് പ്രശാന്തിന്റെ ഭരണസമിതിയും അനുമതി നൽകിയിരുന്നു. ഇത് അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. ഇത് സ്വർണ്ണപ്പാളികൾ കടത്തുന്നതിന്റെ ഭാഗമായിട്ടാണോ നടത്തിയത് എന്നാണ് SIT സംശയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിൽ അയക്കുവാനുള്ള സാഹചര്യവും SIT പരിശോധിക്കും. പ്രശാന്തിന്റെ ഭരണസമിതി കൂടി അന്വേഷണ പരിധിയിലേക്ക് വരുന്നതോടെ സർക്കാർ കൂടുതൽ പ്രതിസന്ധിയിലാകും. കൂടാതെ സംസ്ഥാനത്തെ മന്ത്രിയടക്കം 5 ഉന്നതരും കേസിൽ നിരീക്ഷണത്തിലാണെന്നാണ് വിവരം. ഇവർ കൂടി അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. ഇതിനൊപ്പമാണ് ED അന്വേഷണം നടക്കുന്നത്. കേസിലെ സാമ്പത്തിക ക്രമക്കേടുകൾ ED അന്വേഷിച്ചു വരികയാണ്. മന്ത്രിമാരടക്കം EDയുടെ ചോദ്യമുനയിലുണ്ട്. 2 മാസങ്ങൾ കൂടി പിന്നിടുന്നതോടെ സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് സമാനമായ തിരിച്ചടി നിയമസഭയിലും ഉണ്ടാകും എന്ന ആശങ്ക CPM-നുമുണ്ട്. ഇതിനെ എങ്ങനെ നേരിടുമെന്നാണ് CPM-ഉം സർക്കാരും ആലോചിക്കുന്നത്. ജനം, തിരുവനന്തപുരം.